إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ.
വളരെ ശക്തമായ ചൂട് കൂടുതലുള്ളൊരു കാലാവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദിനം പ്രതി എന്നോണം ചൂടിന്റെ കാഠിന്യം കൂടി വരികയും മനുഷ്യരെ മുഴുവനും വല്ലാതെ തളർത്തിക്കളയുന്ന, പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വിഷമങ്ങൾ മാറി വരികയും ചെയ്യുന്നു. സ്വാഭാവികമായും മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് ഈ രൂപത്തിൽ ചൂടുകൊണ്ടോ തണുപ്പ് കൊണ്ടോ അതല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? അവനറിയാതെ ചില ശാപവാക്കുകൾ അവന്റെ വായിലൂടെ, നാവിലൂടെ വന്നു പോകും. നശിച്ച ചൂട്, അതല്ലെങ്കിൽ ഭയങ്കരമായ ചൂട്, ഈ അടങ്ങേറു പിടിച്ചൊരു ചൂട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായും സാധാരണ മനുഷ്യന്റെ വാക്കുകളിലൂടെ വന്നു പോകുന്ന അത്തരം ചില വാക്കുകളുണ്ട്. നാം മനസ്സിലാക്കണം, ഈ ചൂടും തണുപ്പുമെല്ലാം കൂടി വരുമ്പോൾ ഇതെല്ലാം കാലാവസ്ഥ വ്യതിയാനങ്ങളിൽപ്പെട്ട സംഭവമാണെന്നും പ്രകൃതിയുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്നതിന് മുമ്പ് ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് വിശ്വാസികൾ പഠിക്കേണ്ട പാഠം എന്താണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നും നാം ഒന്ന് ഉറ്റാലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഈ പ്രപഞ്ചത്തിന്റെ റബ്ബായ, രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും പരിശുദ്ധ ഖുർആനിൽ റബ്ബ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വശംസ വൽ ഖമറ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യനും ചന്ദ്രനുമെല്ലാം കൃത്യമായി സംവിധാനിച്ചു വച്ചിട്ടുള്ളൊരു ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രവചനം. നാം മനസ്സിലാക്കണം, മാറി മാറി വരുന്ന കാലാവസ്ഥകളെല്ലാം പ്രപഞ്ചലോക സൃഷ്ടാവായ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കണക്കാണത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെ. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, ഈ 15 കോടി കിലോമീറ്ററിൽ നിന്ന് സൂര്യൻ ഒന്നുകൂടി അകന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ തണുപ്പിന്റെ കാഠിന്യം കൂടിക്കൂടി വന്ന് തണുപ്പ് സഹിക്കാൻ പറ്റാതെ വല്ലാത്ത പ്രയാസപ്പെട്ടു പോകും ഭൂമിയിലുള്ളവർ. ഇനി എങ്ങാനും ഈ 15 കോടി കിലോമീറ്ററിൽ നിന്ന് സൂര്യൻ ഭൂമിയിലേക്ക് അടുത്തു വരികയാണെന്നുണ്ടെങ്കിലോ ചൂട് കൂടി, ചൂടിന്റെ കാഠിന്യം കൂടി നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യന്മാർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോ മനുഷ്യവാസത്തിന് ഉതകുന്ന രൂപത്തിൽ, സഹായകമാകുന്ന രൂപത്തിൽ കൃത്യമായൊരു ഭ്രമണപഥത്തിലൂടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂര്യനെയും ഭൂമിയെയും ഒക്കെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. റബ്ബിനല്ലാതെ മറ്റാർക്കും ഇത്ര അചഞ്ചലമായ രൂപത്തിൽ, കൃത്യമായ രൂപത്തിൽ ഈ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ സംവിധാനിക്കാൻ മറ്റൊരു പടപ്പിനും കഴിയില്ല എന്നുള്ളത് ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വിഷയമാണ്. രണ്ടാമതായി, ഈ രൂപത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അതിലൂടെ മനുഷ്യർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരു കാരണവശാലും അതിനെ ശപിക്കാൻ, കാലത്തിന് ശപിക്കാൻ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. ഈ നശിച്ച കാലം, അതല്ലെങ്കിൽ നശിച്ച വെയില്, ഈ രൂപത്തിൽ അതിനെ ശാപവാക്കുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാലല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, യസുബ്ബു ബനൂ ആദമ ദഹർ. ആദം സന്തതികളായ മനുഷ്യരെന്ത് ചെയ്യുന്നു? കാലത്തിന് ചീത്ത പറയുകയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വ അന ദഹർ, നിങ്ങൾ മനസ്സിലാക്കണം, ഞാനാണ് കാലം. കാരണം ബിയദി അല്ലൈലു വന്നഹാർ, എന്റെ യദിലാണ്, എന്റെ അടുക്കലാണ് എന്തുള്ളത്? രാവും പകലുമെല്ലാം ഉള്ളത്. അതിനെ ഞാൻ എന്റെ ഇഷ്ടാനുസൃതം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ റബ്ബിന്റെ അടുക്കലാണ്, റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങൾ ഉള്ളത്. റബ്ബ് ഉദ്ദേശിക്കുന്നത് പോലെ അതിന് വേണ്ടുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. കാലാവസ്ഥാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികളുടെ നാവിൽ നിന്നും ഒരിക്കലും ഈ രൂപത്തിലുള്ള നിരാശയുടെയോ ശാപത്തിന്റെയോ വാക്കുകൾ വന്നു പോകാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം,
ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചൂടിന്റെ കാഠിന്യം കൂടി വരുമ്പോൾ, വല്ലാതെ പ്രയാസപ്പെട്ടു പോകുമ്പോൾ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പരവശത്തിൽ നമ്മൾ ഇങ്ങനെ ഓടുമ്പോൾ, ദാഹിച്ചു വലയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ ശക്തമായ ചൂടിനുള്ള കാരണം എന്നുള്ളത്. നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്താണ് ഈ ചൂട് കൂടി വരുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത്? നമ്മളൊക്കെ പറയുന്നത് പ്രാപഞ്ചികമായ വ്യതിയാനങ്ങൾ മാത്രമാണ്. ഓക്കെ, കാലാവസ്ഥ മാറുന്നു, വേനൽക്കാലം വരുമ്പോൾ ശക്തമായ ചൂട്, തണുപ്പ് കാലം വരുമ്പോൾ തണുപ്പ് വരുന്നു, മഴക്കാലം വരുമ്പോൾ ഈ പറയുന്ന മഴയുണ്ടാകുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ വാക്കുകൾ കൊണ്ട് പറയും. പക്ഷേ ഇതിന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഷ്തകത്തിന്നാറു ഇലാ റബ്ബിഹാ, നരകം തന്റെ റബ്ബിനോട് എന്ത് ചെയ്യുന്നു? ആവലാതിയും വേവലാതിയും പറയാണ്. എന്താണ് വേവലാതി പറയുന്നത്? ഫഖാലത് റബ്ബി അകല ബഅദി ബഅദാ, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, എന്റെ ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വേവലാതി നരകം അല്ലാഹുവോട് പറയും. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല ഫഅദിന ലഹാ ബിനഫസൈൻ, നരകത്തിന് എന്ത് ചെയ്യും? 2 നിശ്വാസങ്ങൾ കൊടുക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സിൻ ഫി ശിതാ, ഒന്നാമത്തെ നിശ്വാസം അത് ശൈത്യകാലത്താണ്, മറ്റൊന്ന് വനഫ്സിൻ ഫി സ്വൈഫ്, ഒന്ന് ശൈത്യകാലത്തും മറ്റൊന്ന് ഉഷ്ണകാലത്തുമാണ് ഈ പറയുന്ന നിശ്വാസങ്ങൾ ഉള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹദി വഅശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ, അതായത് ആ നരകത്തിന്റെ അത് നിശ്വസിച്ചു വിടുന്ന അതികഠിനമായ ചൂട്, നിങ്ങൾ അനുഭവിക്കുന്ന ചൂട് നരകത്തിന്റെ ചൂടുകാറ്റാണ്. മറ്റൊന്ന് നരകം നിശ്വസിച്ചു വിടുന്ന തണുപ്പാണ് നിങ്ങൾ അനുഭവിക്കുന്ന തണുപ്പ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ചൂടും തണുപ്പും ഒക്കെ കൃത്യമായൊരു ലെവലിൽ പോവുകയാണെങ്കിൽ നമുക്കാർക്കും പ്രയാസമില്ല. പക്ഷേ ചൂട് കൂടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാറുണ്ടോ? ഈ പറയുന്ന നരകം എന്ത് ചെയ്യാ? ഇങ്ങനെ ഒന്ന് ശ്വസിച്ചങ്ങ് വിടും, ദീർഘനിശ്വാസം എടുത്തങ്ങ് വിടും. ആ നരകം ശ്വസിച്ചു വിടുന്നതിന്റെ ചൂടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ദുനിയാവിലെ ഭൂമിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. തണുപ്പ് കാലത്തും ഇതുപോലെ നരകം എന്ത് ചെയ്യും? ശ്വസിച്ചു വിടുമ്പോൾ ആ ശ്വസനത്തിന്റെ തണുപ്പിന്റെ കാഠിന്യമാണ് നമ്മൾ ഇവിടെ ദുനിയാവിൽ അനുഭവിക്കുന്ന തണുപ്പും എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചൂട് ശക്തമാകുമ്പോൾ അത് ശിക്ഷയായിട്ട് മാറും. നരകത്തില് മനുഷ്യർക്കുള്ള, അതല്ലെങ്കിൽ ആ നരകവാസികൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ശക്തമായ തീയും ചൂടുമാണ്. ആ ചൂടിന്റെ കാഠിന്യത്താൽ മനുഷ്യന്മാർ വെന്തുരുകിപ്പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നരകത്തിലുള്ള ശിക്ഷയാണ് ശക്തമായ കൊടും തണുപ്പ്. സഹോദരങ്ങളെ, തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് സഹിക്കാൻ പറ്റുക? ഈ കാലാവസ്ഥയിൽ തന്നെ ചൂട് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തണലത്തേക്ക് മാറി നിന്നാലോ, ഫാനിന്റെ ചോട്ടിൽ വന്നിരുന്നാലോ, ഈ ചൂട് കൊള്ളാത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ സ്വീകരിച്ചാലോ ചൂടിൽ നിന്നൊരു പരിധിവരെ നമുക്ക് രക്ഷ നേടാൻ പറ്റും. പക്ഷെ അതിശക്തമായ തണുപ്പ് വരുമ്പോൾ എങ്ങനെയാ നമുക്ക് തണുപ്പിനെ മറികടക്കാൻ സാധിക്കുക? അത് അനുഭവിച്ചവർക്കറിയാം തണുപ്പിന്റെ കാഠിന്യം കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നരകത്തിന്റെ നിശ്വാസത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന ഭൂമിയിൽ അനുഭവിക്കുന്ന ചൂടും തണുപ്പും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ചൂട് വരുമ്പോൾ, ചൂട് അനുഭവിക്കുമ്പോൾ അള്ളാഹിനോട് ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. വണ്ടിയിലൊക്കെ പോകുമ്പോൾ, ബൈക്കിലൊക്കെ പോകുമ്പോൾ കയ്യിലേക്കും ശരീരത്തിലേക്കും ശക്തമായ ചൂടടിച്ചു വീശുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. അവിടെ നമ്മുടെ മനസ്സുകളിലേക്ക് വരണം, അല്ലാ ഈ ദുനിയാവിലെ ചൂട് ഇതാണ്, സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നരകത്തിലെ ചൂടിന്റെ കാഠിന്യം എത്രത്തോളമാണ് റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് വിശ്വാസികളിൽ വരേണ്ടത്. നമ്മൾ ഇവിടത്തെ ചൂടനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളോട് നാം ഒന്ന് ചോദിച്ചു നോക്കണം, മഅ്ശറയിലെ ചൂടിന്റെ കാഠിന്യം എത്രയാണ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുദ്ന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. നാളെ അവസാന നാളിൽ, ഖിയാമത്ത് നാളിൽ സൂര്യൻ എന്ത് ചെയ്യും? സൃഷ്ടികളോട് ഏറ്റവും അടുത്തു വരും. അവിടെ പറഞ്ഞു എത്രത്തോളം എന്നാൽ 1 മൈൽ ദൂരം വരെ സൂര്യൻ എത്തുന്നതാണ് എന്ന് പറഞ്ഞു. സുലൈം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താണ്? ഫവല്ലാഹി മാ അദ്രി മാ യഅനി ബിൽ മീലി അമസാഫത്തിൽ അർളി അമിൽ മീൽ അല്ലദി തുക്തഹലു ബിഹിൽ ഐൻ.
ഈ മൈല് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾക്കറിയാവുന്ന മൈലിന്റെ അത്ര ദൂരമാണോ, അതല്ല നിങ്ങൾ കണ്ണുകളിലിടുന്ന സുറുമയുണ്ടല്ലോ, ആ സുറുമ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സുറുമക്കോലുണ്ട്, ആ സുറുമക്കോലിന്റെ അത്രയും നീളമാണോ എന്ന് എനിക്കറിയില്ല എന്ന് ആ സ്വഹാബി പറയാ. നഊദു ബില്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, 1 മൈൽ ദൂരം, ഭൂമിയിൽ 1 മൈൽ ദൂരം എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്കറിയാം. അത്രയും അടുത്ത് സൂര്യൻ വന്നാൽ പോലും അതിന്റെ ഇടങ്ങേറൊന്ന് ആലോചിച്ചു നോക്കി. അതല്ല, ഒരു സുറുമക്കോൽ ഇങ്ങനെ മുകളിൽ വെക്കുമ്പോൾ, തലയുടെ മുകളിൽ വെക്കുമ്പോൾ, ആ സുറുമക്കോൽ എന്ന് പറഞ്ഞാൽ ഒരു ചൂണ്ടുവിരലിന്റെ അത്ര വലിപ്പ നീളെ ഉണ്ടാവുള്ളൂ. അത്രയും അകലെ അടുത്തെങ്ങാലും സൂര്യൻ വന്നാൽ മനുഷ്യന്റെ അവസ്ഥ നമുക്ക് നിർവചിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മഹ്ശറിലെ ചൂടെന്ന് പറഞ്ഞാൽ അതികഠിനമാണ്, വല്ലാത്ത പ്രയാസമാണ്, പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയകൂനു الناس على قدر اعمالهم في العرق فمنهم من يكون الى الكعبين. ജനങ്ങൾ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങളുടെ കാഠിന്യം കൊണ്ട് മഹ്ശറിൽ എന്ത് ചെയ്യും, ഈ മനുഷ്യന്മാരെ വിയർപ്പിൽ കുളിച്ചു നിൽക്കും എന്ന് പറഞ്ഞു. വിയർപ്പിൽ മുങ്ങി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി. ചില ആളുകൾ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നത് അവരുടെ നെരിയാണി വരെയാണ്. നെരിയാണിയുടെ വലിപ്പം അറിയാം, നിലത്ത് നിന്ന് നെരിയാണിയുടെ അത്രയും പൊക്കത്തിലായിരിക്കും ചില ആളുകൾ വിയർപ്പിൽ കുളിച്ച് മുങ്ങി നിൽക്കുന്നത്. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി. ചില ആളുകൾ അവരുടെ കാൽമുട്ട് വരെയായിരിക്കും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നത്. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി. ചില ആളുകൾ അവരുടെ അരക്കെട്ട് വരെയായിരിക്കും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നത്. മൻ യുൽജിമുഹുൽ അർഖു ഇൽജാമൻ. ചില ആളുകൾ എന്ത് ചെയ്യും, അവരുടെ തോളല് വരെ, കഴുത്ത് വരെ ഇങ്ങനെ മുങ്ങി നിൽക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ ഇതുവരെ മുങ്ങി നിൽക്കുമെന്ന് പറഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതുവരെ, ബിയദി ഇലാ ഫീഹി. തന്റെ വായിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ചില ആളുകൾ ഇവിടെ വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കും എന്നുള്ളതാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഭൂമിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കാഠിന്യത്തിന്റെ ഫലമായി ഈ വിയർപ്പിന്റെ അളവ് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചലവും വിയർപ്പും എല്ലാം ഇങ്ങനെ ഒലിച്ച് അതിങ്ങനെ മനുഷ്യന്മാർ മുങ്ങി നിൽക്കുമെന്നുള്ളതാണ്. ശത്രുക്കളായ തിന്മകൾ ചെയ്യുന്നവരായ ആളുകൾക്ക് ഈ പറയുന്ന ശിക്ഷ മഹ്ശറിൽ നിന്ന് തന്നെ അവർ അനുഭവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ചൂട് കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് തേടേണ്ടുന്നത്. നമുക്കറിയാം, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട്, ഭൂമിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ചൂടിന്റെ കാഠിന്യം അനുഭവിക്കുമ്പോൾ അതിൽ നിന്നൊരല്പം ശമനത്തിനായി നമ്മൾ എന്ത് ചെയ്യാണ്, തണലത്തേക്ക് മാറി നിൽക്കും, ഫാൻ ഇട്ടിരിക്കും. ഫാൻ ഇട്ടിട്ട് പോലും നമുക്കൊരു പക്ഷേ ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മഹ്ശറിലെ ഈ ചൂടിൽ നിന്ന് തണൽ ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മുടെ നഫ്സിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ മഹ്ശറിലെ എല്ലാ മനുഷ്യന്മാരെയും നഗ്നപാതരായിക്കൊണ്ട്, പൂർണ്ണ നഗ്നരായിക്കൊണ്ട്, വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെ ആ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടി നിർത്തുമ്പോൾ 7 വിഭാഗം ആളുകൾക്ക് എന്ത് ചെയ്യും, അള്ളാഹു അർശിന്റെ തണലിട്ട് കൊടുക്കും എന്നുള്ളതാണ്. മറ്റൊരു തണലുമില്ലാത്ത ആ സമയത്ത് റബ്ബിന്റെ പ്രത്യേകമായ തണൽ എന്ത് ചെയ്യും, 7 വിഭാഗം ആളുകൾക്ക് ലഭിക്കും. അതിലൊന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാമുൻ അദ്ൽ, നീതിമാനായ ഭരണാധികാരി എന്നുള്ളതാണ്. രണ്ടാമതായി പറഞ്ഞു വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചു വളരുന്നവനായ യുവാവ്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന യുവത്വ കാലഘട്ടം ഉപയോഗപ്പെടുത്തുന്നവരായ മനുഷ്യർ. മൂന്നാമതായി പറഞ്ഞു വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളികളുമായി മനസ്സ് ബന്ധിപ്പിച്ചിട്ടുള്ള പുരുഷൻ. എപ്പോഴും ജമാഅത്തുകൾക്ക് കൃത്യമായി പള്ളി പോകുന്ന, പള്ളിയുമായി മനസ്സിനെ ബന്ധിപ്പിച്ചിട്ടുള്ള, സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ ധൃതിയിൽ വേഗത്തിൽ ഇറങ്ങി ചാടി ഓടി പോകാതെ പള്ളികളുമായി മനസ്സിണക്കപ്പെട്ടുള്ള ബന്ധിപ്പിച്ചിട്ടുള്ള മനുഷ്യർ. നാലാമതായി പറഞ്ഞു വറജുലാനി തഹാബാ ഫില്ലാഹി ജുതമഅ അലൈഹി വതഫറഖാ അലൈഹി, അല്ലാഹുവിന് വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിക്കുകയും അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്നവർ. അതായത് നല്ല കൂട്ടുകാരെ നോക്കി സെലക്ട് ചെയ്യും, നല്ലവരായ ആളുകളുമായിട്ട് ബന്ധം കൂടും, അള്ളാഹിന്റെ മാർഗത്തിൽ പോകുന്ന മനുഷ്യന്മാരുമായിട്ട്, നല്ല സുഹൃത്തുക്കളുമായിട്ട് എന്ത് ചെയ്യും, കൂട്ടുകൂടും. എന്നാൽ അവന്റെ പോക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവനിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നവരായ മനുഷ്യർ. വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്,
നല്ല സമ്പത്തുള്ള, നല്ല സൗന്ദര്യമുള്ള, എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു പെണ്ണ് മോശമായ പ്രവർത്തനത്തിന് വേണ്ടി അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ആ പെണ്ണിനോട് പറയും, ഇന്നി അഖാഫുള്ള, ഞാൻ അള്ളാനെ ഭയപ്പെടുകയാണ്, മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾക്കൊന്നിനും ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമുകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവനായ മനുഷ്യൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. സാമ്പത്തികമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുന്നവൻ, ഇവൻ വലതു കൈ കൊണ്ട് കൊടുത്താൽ ഇടതുകൈ അറിയില്ല, ഇടതുകൈ കൊണ്ട് കൊടുത്താൽ വലതുകൈ അറിയില്ല. അത്രയും രഹസ്യമായി കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യുന്നു? സദഖ ചെയ്യുന്ന, സമ്പത്ത് ചെലവഴിക്കുന്നവനായ മനുഷ്യനാണെന്ന് പറഞ്ഞു. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു. അള്ളാഹനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കണ്ണുനീരിറ്റ് വീഴുന്നവനായ മനുഷ്യൻ. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അതല്ലെങ്കിൽ പള്ളിയുടെ ഏകാന്തതയിലൊക്കെ വന്നിരുന്നു കൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ അള്ളാഹനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിറയുന്ന കണ്ണുകളുള്ള മനുഷ്യന്മാർക്കും അള്ളാഹ് എന്ത് ചെയ്യും? നാളെ തണലിട്ട് കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 7 വിഭാഗങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, കുല്ലു മ്രിഇൻ ഫീ ളില്ലിൻ സദഖതിഹി ഹത്താ യുഫ്സല ബൈനൻ നാസ്. പരലോകത്ത് ഓരോ മനുഷ്യരും അവർ ചെയ്യുന്ന സ്വതക്കയുടെ തണലിലായിരിക്കുന്ന അള്ളാന്റെ മാർഗത്തില് ദുനിയാവില് സ്വതക്ക നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വതക്ക എന്ത് ചെയ്യും? അവനിക്ക് തണലായിക്കൊണ്ട് നാളെ മഹ്ശറയിൽ വരും. ഏതുവരെ? ഈ പറയുന്ന മനുഷ്യർ ജനങ്ങൾക്കിടയിൽ അള്ളാഹ് വേർതിരിപ്പുണ്ടാക്കുന്നത് വരെ, അതല്ലെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ അള്ളാഹ് വിധി കൽപ്പിക്കുന്നത് വരെ എന്നുള്ളതാണ്. നന്മ തിന്മകൾ തൂക്കി നോക്കി ഓരോ മനുഷ്യന്മാരെയും അള്ളാഹ് വിധിച്ചുകൊണ്ട് നരകത്തിലേക്കുള്ളവരെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ളവരെ സ്വർഗത്തിലേക്കും അയക്കുന്നത് വരെ എന്ത് ചെയ്യും? ഈ മനുഷ്യന്റെ വിചാരണ കഴിയുന്നത് വരെ അവനിക്ക് അവന്റെ സ്വതക്ക നാളെ തണലായിട്ട് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശക്തമായി കഠിനമായി പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ ചൂട് സഹിക്കാൻ പറ്റാതെ അവർ തണലിലേക്ക് മാറി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു പോയി എന്നുള്ളത്, അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ഉറ്റി വീഴുമാർ അദ്ദേഹം കരഞ്ഞുപോയി. അദ്ദേഹം ചിന്തിച്ച ചിന്ത എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിലെ ചെറിയ ചൂട് പോലും എന്ത് ചെയ്യുന്നില്ല, മനുഷ്യന് താങ്ങാൻ സഹിക്കാൻ പറ്റുന്നതല്ല, പിന്നെ എങ്ങനെയാണ് ഇവർ നരകത്തിലെ ചൂട് സഹിക്കുന്നത് എന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ ചൂട് കൂടുമ്പോൾ റബ്ബിനോട് നന്നായിട്ട് ഇസ്തിഗ്ഫാർ നടത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാറുക്കും ഹാദിഹി ലതി യൂഖിദു ഇബ്നു ആദമ ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ ഹജ്ജി ജഹന്നം. നിങ്ങൾ ഈ ദുനിയാവിൽ ഉപയോഗിക്കുന്ന തീ ഉണ്ടല്ലോ, അടുപ്പ് കത്തിക്കാനും മറ്റുള്ളത് കത്തിക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിൽ ഉപയോഗിക്കുന്ന തീ, ഈ തീ എന്ന് പറഞ്ഞാൽ നരകത്തിലെ തീയുടെ 70 ഒരു അംശമാണ് ദുനിയാവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന തീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. അപ്പോ ഒരു സഹാബി ചോദിക്കുകയാണ്, ഇൻ കാനത്ത് ലകാഫിയ, നബിയെ ഈ തീ തന്നെ ഞങ്ങൾക്ക് മതിയായതാണല്ലോ, ഇത് തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹാ ഫുളിലത അലൈഹാ ബി69 ജുസ്അൻ കുല്ലുഹാ മിസ്ലു ഹദിഹാ. ഈ ഉപയോഗിക്കുന്ന തീയിനേക്കാൾ 69 ഇരട്ടി കഠിനമായ തീയാണ് നരകത്തിലെ തീ എന്ന് പറയുന്നത്. ഇവിടുത്തെ തീയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടോ അതുപോലെ തന്നെ ഓരോ ഇരട്ടി തീയിനും അത്രത്തോളം കാഠിന്യം കൂടുതലുണ്ട്. ഇതിനേക്കാൾ 69 ഇരട്ടി കഠിനമുള്ള തീയാണ് നരകത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇതിനെക്കുറിച്ച് ഉറ്റാലോചന നടത്തണം, ഉറ്റാലോചിക്കേണ്ടതാണ്. നമ്മൾ നരകത്തിലെ ശിക്ഷ എന്ന് പറയുന്നത് അതിശക്തമായ കഠിനമായ ചൂടും തീയുമാണ്. മനുഷ്യന്മാരെയും കല്ലുകളെയും ഇന്ധനമായി ഇട്ടുകൊണ്ട് അള്ളാഹു കരിക്കുന്നതാണ് നരകത്തിൽ. ഈ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാർ അവർ അള്ളാഹുവിന്റെ തെളിവുകളെ നിഷേധിച്ചുകൊണ്ട് സത്യനിഷേധികളായിക്കൊണ്ട് ഭൂമിയിൽ കഴിഞ്ഞതിന്റെ ഫലമായി അവരെ അള്ളാഹ് നരകത്തിലിട്ട് എന്ത് ചെയ്യും? കരിക്കുന്നതാണ് എന്നാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയസൂഖുൽ അദാബ്. ആ തീയിൽ കിടന്നെരിയുമ്പോൾ അവരുടെ
തൊലികളെല്ലാം വെന്തുരുകി പോകുമ്പോൾ അള്ളാഹ് അവർക്ക് എന്ത് ചെയ്യും? പുതിയ തൊലികൾ കൊടുക്കും എന്നുള്ളതാണ്. ലിയദൂഖുൽ അദാബ്. അള്ളാഹ് പറയാ, എന്തിനാണ് പുതിയ തൊലികൾ കൊടുക്കുന്നതെന്നറിയോ? അവർ ശിക്ഷ ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടിയാണ് എന്നുള്ളതാണ്. കാരണം സ്കിന്ന്, തൊലിയിലൂടെയാണ് വേദന അറിയുന്നത്. ആ തൊലി കത്തിക്കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവനക്ക് വേദന ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ശിക്ഷ അവൻ അനുഭവിക്കാൻ വേണ്ടി അള്ളാഹ് എന്ത് ചെയ്യും? അവനക്ക് പുതിയ തൊലി വീണ്ടും കൊടുക്കും എന്നുള്ളതാണ്. ഇതാണ് നരകത്തിലെ ശിക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നരകത്തിൽ നിന്നുള്ള കഠിനമായിക്കൊണ്ട്, ശക്തമായിക്കൊണ്ട്, നിരന്തരമായിക്കൊണ്ട് നരകത്തിൽ നിന്നുള്ള മോചനം നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. ഈ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അനുഭവിക്കുന്ന തീ എന്ന് പറഞ്ഞാൽ, ചൂടെന്ന് പറഞ്ഞാൽ, ആ ചൂടിന്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു ഭാഗമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഉറ്റാലോചിക്കുക, ചിന്തിക്കുക, ജീവിതത്തെ പരിവർത്തിപ്പിച്ചെടുത്തുകൊണ്ട് നന്നാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഠിനമായി നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് വൽ ഫർദി സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ശക്തമായ ചൂട് കൂടുതലായി വരുമ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് ദുനിയാവില് പ്രയാസം അനുഭവിക്കാറുണ്ട്. ജോലി സ്ഥലത്ത് നിന്ന് വാഹനത്തിലോ അതല്ലെങ്കിൽ നടന്നോ ളുഹറിനും അസറിനുമൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അതൊക്കെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ നമസ്കരിക്കാമെന്ന് വിചാരിച്ച് ജമാഅത്തുകളെ നഷ്ടപ്പെടുത്തുന്ന പ്രവണത പലപ്പോഴും സംഭവിക്കാറുണ്ട്. വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ, ഇതിനേക്കാൾ അതിശക്തമായ ചൂടും പ്രയാസവുമുള്ള സമയങ്ങളിലാണ് ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള പല പോരാട്ടങ്ങളും നടന്നിട്ടുള്ളത്. റമദാനിന്റെ സമയത്ത് ചൂട് കൂടുതലായി, കഴിക്കാൻ ഭക്ഷണമില്ലാതെ എല്ലാ നിലക്കും പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഖന്തഖ് യുദ്ധം, അഹ്സാബ് യുദ്ധത്തിന് വേണ്ടിയിട്ട് നബിയും സഹാബത്തും കിടങ്ങു കുഴിക്കുന്നത്. ആ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വയറ്റത്ത് പാറക്കല്ല് വെച്ച് കെട്ടി, കല്ലിന്റെ കഷ്ണങ്ങൾ വെച്ച് കെട്ടി, വിശപ്പിൽ നിന്ന് സഹായം തേടിക്കൊണ്ട്, രക്ഷ തേടിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്? ആ കിടങ്ങ് പൊരി വെയിലത്ത് നിന്നുകൊണ്ടാ കിടങ്ങ് കുഴിക്കുന്നത്. എന്തിനു വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതും തബൂക്ക് യുദ്ധത്തിലേക്ക് നബിയും സഹാബത്തും പുറപ്പെടുന്നതുമൊക്കെ ഈ പറയുന്ന പൊരി വെയിലത്താണ്, അതിശക്തമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ വെയിലെന്ന് പറഞ്ഞാൽ ചൂട് അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ശക്തമായ മഴയുടെ സമയത്ത്, തണുപ്പുള്ള സമയങ്ങളിൽ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന വിഷയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കുറവുകൾ വരാൻ പാടില്ല എന്നുള്ളതാണ്. എന്തിനെപ്പോ അത് കുറച്ചും കൂടി കഴിയട്ടെ, എന്ത് ചൂടാണ്, പുറത്തിറങ്ങാൻ പോലും പറ്റില്ല, അതുകൊണ്ട് ഇവിടെ നമസ്കരിക്കാം, അങ്ങനെയുള്ള ചിന്തകളൊന്നും വിശ്വാസികളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാലാവസ്ഥകൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയുമായി സഹകരിക്കാനും ഈ പറയുന്ന റബ്ബിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ മത്സരിക്കാനും നമ്മൾ തയ്യാറാകണം. കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇബാദത്തുകൾ ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് നമ്മെ പിന്നോട്ട് വലിക്കാതിരിക്കാനും ശക്തമായി നമ്മൾ പരിശ്രമിക്കുക. മറ്റൊരു കാര്യം, നമുക്ക് നമ്മുടെ മക്കൾക്ക് വെക്കേഷൻ കാലഘട്ടം തുടങ്ങുകയാണ്. രക്ഷിതാക്കൾ ഇരു കണ്ണുകളും തുറന്നു പിടിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ വീട്ടിൽ തന്നെ തളച്ചിടാതെ, കളിയിലും മറ്റുള്ള വിനോദങ്ങളിലും മാത്രം വ്യാപൃതരാക്കാതെ, ഇസ്ലാമുമായി ദീനുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങൾ, ക്ലാസുകൾ എന്തൊക്കെയുണ്ട് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ മക്കളെ ആ രൂപത്തിൽ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്കുള്ള മാതൃക എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, രക്ഷിതാക്കൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. അവരെ വഴി തെറ്റിച്ചു കൊണ്ടുപോകുന്നത്, മോശക്കാരാക്കുന്നത് ഒന്നല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന അവരുടെ സാഹചര്യങ്ങളാണ്, അതല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ അവർക്ക് മാതൃകയുള്ളവരായി മാറണം.
അവർക്ക് അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കൂടെ നിന്ന് അവർക്ക് ചെയ്തു കൊടുക്കണം. പല മാതാപിതാക്കൾക്കും കുട്ടികളുടെ കളിയും അതുപോലെ തന്നെ കുരുത്തക്കേടുകളും ഒക്കെ അവരുടെ തമാശകളൊക്കെ വീടുകളിൽ അധികരിക്കുമ്പോൾ പലപ്പോഴും സ്വാഭാവികമായും പ്രയാസങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ അതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ആലോചിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകണം, അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കണം, അവർ കളിയും വിനോദങ്ങളുമായി അവരുടെ ഈ വെക്കേഷൻ കാലഘട്ടം അവർ അടിച്ചു പൊളിക്കണം. പക്ഷേ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കാൻ ഒരു കണ്ണ് തുറന്നു പിടിച്ച് അവരുടെ പിന്നാലെ നമ്മൾ പായേണ്ടതുണ്ട്. രണ്ട് കണ്ണുകൾ, ചില സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞ് 2 കണ്ണ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണ് നല്ല രൂപത്തിൽ അവരെ കാണാനും മറ്റൊരു കണ്ണ് സംശയത്തിന്റെ കണ്ണുകളോടെ അവരെ കാണാനും വേണ്ടിയിട്ടാണ് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ തുറന്നു പിടിച്ച് മക്കൾക്ക് പിന്നാലെ ഓടുക തന്നെ വേണം. നമ്മൾ മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ വിഷയം, ഈ പറയുന്ന ദഅവത്തുകളിൽ സജീവമായി കൃത്യമായി നമസ്കാരം മുടങ്ങാതെ സുബ്ഹിന്റെ സമയത്തൊന്നും കിടന്നുറങ്ങാതെ പള്ളിയിലേക്ക് പോകുമ്പോൾ, സ്കൂളും മദ്രസകളൊന്നും വെളുപ്പിനെ തന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് സുബ്ഹിക്ക് പോകുമ്പോൾ മക്കളെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകണം. ജമാഅത്തുകൾക്ക് നിങ്ങൾ അവരെ പങ്കെടുപ്പിക്കണം. വീട്ടിൽ മഗ്‌രിബിന് ശേഷം ഉമ്മ ഖുർആൻ ഓതുമ്പോൾ സ്കൂളിൽ നാളെ പരീക്ഷയാണ്, അതുകൊണ്ട് ഇന്ന് ഖുർആൻ ഓതണ്ട എന്നൊന്നും പറയാനുള്ള കാലഘട്ടമല്ല, സമയമല്ല, വെക്കേഷനാണ്, പഠിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുമ്പോൾ മക്കളെ വിളിച്ച് അടുത്തിരുത്തി അവരെയും കൊണ്ടും എന്ത് ചെയ്യണം, ഖുർആൻ ഓതിപ്പിക്കണം. ഈ രൂപത്തിൽ കൈപിടിച്ചുകൊണ്ട് ഒപ്പം നടത്തിക്കൊണ്ടു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. 24 മണിക്കൂറും ഫോൺ കൊടുത്തുകൊണ്ട് ആ ഫോണിൽ തളച്ചിടുന്ന പ്രവണത ഉണ്ടാകരുത്, ശ്രദ്ധിക്കണം നമ്മൾ. 2 മാസം മക്കൾ നമ്മുടെ കൈകളിലാണ്. അവരെ പരിവർത്തിപ്പിച്ചെടുക്കാൻ, നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ എല്ലാ വഴികളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ റബ്ബ് കൺകുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് പൂർണ്ണമായ ആഫിയത്തിലും സന്തോഷത്തിലും നിർഭയത്വത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, പ്രയാസമുള്ള അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിലും വീടുകളിലുമായി കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനെ അല്ലാഹു നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. ലോകത്ത് നടക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. റബ്ബിന്റെ സഹായം ഉടനടി ഉണ്ടാകുമാറാകട്ടെ. ഫലസ്തീനിലും ഗസയിലുമൊക്കെ ഇന്നും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പിഞ്ചു മക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം എത്രയും വേഗം അവർക്കും നമുക്കും വർഷിപ്പിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.